ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് 2024 ഒക്ടോബർ 8 തീയതിയാണ്, ചൊവ്വാഴ്ചയാണ്. ഫിൻനിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ്. നോക്കാം മാർക്കറ്റിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. പ്രധാനമായിട്ടും നമുക്ക് നോക്കാനുള്ളത് ബെയറിഷ് സെൻറ്റിമെൻ്റ് ആണ് ഇപ്പോൾ നിഫ്റ്റിയിൽ കണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്കറിയാം, നിഫ്റ്റിയിൽ ഒരു ഗ്യാപ്പ് ഫില്ലിങ് ബാക്കിയുണ്ട്. ആ ഗ്യാപ്പ് ഫില്ലിങ്ങിലേക്കാണോ മാർക്കറ്റ് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അതായത് 20,500 എന്ന ആ ഒരു ലെവലിൽ ഒരു ഗ്യാപ്പ് ഫില്ലിങ് ഈ കാണുന്ന സ്ഥലത്ത് ഒരു ഗ്യാപ്പ് ഫില്ലിങ് ഇവിടെയുണ്ട്. അത് നിങ്ങൾക്ക് ഇത് ഫില്ല് ചെയ്യാനാണോ മാർക്കറ്റ് പോകുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ് 20,300 മുതൽ 20,500 വരെയുള്ള ഈ ഭാഗത്ത് ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട്. ഇത് ഫില്ല് ചെയ്യാനാണോ മാർക്കറ്റ് പോകുന്നത് എന്നുള്ളതാണ് ചോദ്യം. സോ ഈ പോകുന്ന പോക്ക് കണ്ടിട്ട് ആ രീതിയിൽ എത്തിപ്പെടുമോ എന്നൊരു ഭയം ഇല്ലാതില്ല. സോ നോക്കാം. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ 24,750 എന്ന ലെവലിൽ ഇവിടെ ഒരു മുകളിലോട്ട് പോകുമ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ടുണ്ട്. പിന്നെ പുൾ ബാക്ക് എടുത്ത് വന്ന് അതിനെ പവർഫുള്ളായി കട്ട് ചെയ്തിട്ടാണ് കയറിപ്പോയിട്ടുള്ളത്. ഈ ഇടയിൽ നമ്മൾ ഈ ട്രെൻഡ് ലൈൻ ട്രയാങ്കുലർ ബ്രേക്ക്ഔട്ടിനെ കുറിച്ച് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ വന്ന് 24,750 സപ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. തിരിച്ച് വീണ്ടും അത് കയറിപ്പോയിട്ട് തിരിച്ചിപ്പോൾ ഇറങ്ങി വന്ന് നിൽക്കുന്നത് 750 ലെവലിൽ തന്നെയാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് 750 ഒരു എക്സാക്ട് വാല്യൂ അതിൻ്റെ വരുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുമോ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യം. ഇവിടെ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് ഇന്ന് മുതൽ തിരിച്ച് കയറി തുടങ്ങും. അല്ലെങ്കിൽ ഒരു പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ആ ഒരു വലിയ വിവാദം വന്നപ്പോൾ ഇറങ്ങിയതുപോലെ 23,800 വരെയൊക്കെ മാർക്കറ്റ് ഫസ്റ്റ് ലെവലിൽ ഇറങ്ങും. ശരിക്കും ഇറങ്ങി പോവുകയാണെങ്കിൽ, ഈ രീതിയിൽ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ 20,500, 20,300, 20,500 ലെവലുള്ള ഗ്യാപ്പ് ഫില്ലിങ്ങിന് മാർക്കറ്റ് പോകേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ എങ്കിൽ വളരെയധികം ഇൻവെസ്റ്റേഴ്സിന് വളരെയധികം ബുദ്ധിമുട്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. സോ നോക്കാം. മാർക്കറ്റാണ്, എന്ത് നമ്മൾ പറയുന്നത് പോലെ ഒന്നും സംഭവിക്കണമെന്നില്ല. അതൊക്കെ മറികടന്ന് മാർക്കറ്റ് കയറി വരികയും ഇറങ്ങി പോവുകയൊക്കെ ചെയ്യും. സോ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. മാർക്കറ്റിൻ്റെ ട്രെൻഡിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ബെയറിഷ് ട്രെൻഡാണ്. അത് ബുള്ളിഷ് ആകുമ്പോൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. സോ ഇത് കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പേ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. 20,500 ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട്, അത് പോകുന്നു. ഇതുവരെ മാർക്കറ്റ് പോയിട്ടില്ല. അത് ഫില്ല് ചെയ്യാതെ മാർക്കറ്റ് മുകളിലോട്ട് പോവില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇൻട്രാഡേ ചെയ്യുന്നവർക്കുള്ള സ്റ്റോക്കുകളിൽ ടാറ്റ മോട്ടോഴ്സ്, നൈക്ക, സോഡിയാക് എനർജി, BEL, ഇരായ ലൈഫ് സ്പേസസ്, ഹൈടെക് പൈപ്സ്, ഇത്രയും സ്റ്റോക്കുകളാണ് ഇൻട്രാഡേ ചെയ്യുന്നവർക്കായിട്ട് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത സ്റ്റോക്കുകളാണ് കേട്ടോ. ഗോൾഡിൻ്റെ റേറ്റ് $2,640. അത് കുറയാണ്. ഇന്നലെ 53 വരെയൊക്കെ എത്തിയിരുന്നു. അത് 2,640 കുറഞ്ഞിട്ടുണ്ട്. ക്രൂഡ് 76 നല്ല രീതിയിൽ കയറി പോകുന്നു. ഇന്നലെ 74 ഇന്ന് 76 എത്തിയിട്ടുണ്ട്. USD INR റേറ്റ് മാറ്റമില്ലാതെ തുടരുന്നു. 83.97 തന്നെ തുടരുന്നുണ്ട്. ദെൻ അശോക് ലൈലാൻഡ് അവരുടെ ഇലക്ട്രിക് ട്രക്കുകളുടെ ഡെലിവറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂർ ചെന്നൈ റൂട്ടിലോടുന്ന ഒരു കമ്പനിക്കാണ്, സർവീസ് നടത്തുന്ന ഒരു കമ്പനിക്കാണ് അവർ ആദ്യമായിട്ട് ഡെലിവറി കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു 180 ട്രക്കുകളാണ് അവർ ആദ്യ സ്റ്റേജിൽ ഡെലിവറി കൊടുക്കുന്ന ഒരു കമ്പനിക്ക്. അവർ ചെന്നൈ ബാംഗ്ലൂർ അതേപോലെ ചെന്നൈ വിജയവാഡ ഈ 2 റൂട്ടിൽ സർവീസ് നടത്തുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അവർക്കാണ് ഫസ്റ്റ് ലെവലിൽ 180 ട്രക്കുകൾ, ഇലക്ട്രിക് ട്രക്കുകൾ അശോക് ലൈലാൻഡ് കൊടുത്തിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ട്രേഡ്ട്രോൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ആൽഗോ പ്ലാറ്റ്ഫോം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഒരുപാട് ബ്രോക്കേഴ്സ് ആ കമ്പനിയായിട്ട് ടൈ അപ്പിലുണ്ട്. അതായത് അവരുടെ സർവീസ്, അവരുടെ ആൽഗോ പ്ലാറ്റ്ഫോമിൽ നമുക്ക് വേണമെങ്കിൽ ഏത് ബ്രോക്കറിനെ വെച്ചും ആൽഗോ ചെയ്യാൻ പറ്റും. അതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്ട്രാറ്റജി ഓരോ യൂസർ ഇടുന്നതാണ്. പ്രത്യേകിച്ച് ഒരു വലിയൊരു മോഹന വാഗ്ദാനങ്ങളെ നൽകിക്കൊണ്ട് അതിനകത്ത് സ്ട്രാറ്റജീസ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ അതിൻ്റെ പബ്ലിസിറ്റി നടക്കുന്നുണ്ട്, ടൈസിങ് നടക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായ ഒരു പെർസെൻറ്റേജ് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഒരു സ്ട്രാറ്റജിയും പബ്ലിഷ് ചെയ്യാൻ പാടില്ല എന്നൊരു കണ്ടീഷനുണ്ട്. സോ സെബി കൃത്യമായ ഒരു ആക്ഷൻ എടുത്തിരിക്കുകയാണ്. 115 സ്റ്റോക്ക് ബ്രോക്കേഴ്സിനും നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് ഈ പ്ലാറ്റ്ഫോമുമായിട്ട് സഹകരിക്കുന്നത് കൊണ്ട്. കാരണം അതിനകത്ത് സെബിയുടെ നിയമത്തിനെതിരായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അതായത് വാഗ്ദാനം ഇത്ര പെർസെൻറ്റേജ് മോഹന വാഗ്ദാനങ്ങൾ പെർസെൻറ്റേജോ ഗ്യാരണ്ടീഡ് റിട്ടേൺ പറഞ്ഞുകൊണ്ട് അവർ ട്രേഡ് സ്ട്രാറ്റജി പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അത് അപകടമാണ്. അതുകൊണ്ട് അവരുമായിട്ട് സഹകരിക്കരുത് എന്ന രീതിയിൽ അവിടെ ഒരു 115 ബ്രോക്കേഴ്സിനെ വിലക്കിയതല്ല, അവർക്ക് ഷോക്കോസ് നോട്ടീസാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി അവരോട് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് എനിക്ക് റിപ്പോർട്ടിൽ വായിക്കാൻ സാധിച്ചത്. ദെൻ ടാറ്റ മോട്ടോഴ്സിൻ്റെ ജാഗ്വാർ ലാൻഡ് റോവർ അതിൻ്റെ റീറ്റെയിൽ സെയിൽസ് 3% ഇടിഞ്ഞിട്ടുണ്ട്. എന്തായാലും അത് ഒരു നെഗറ്റീവ് ന്യൂസാണ്. ഇന്നത്തെ ഇൻട്രാഡേ സ്റ്റോക്കുകൾ പറയുമ്പോൾ ഞാൻ ടാറ്റ മോട്ടോഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിൽ. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം, ഇത് മണി കൺട്രോളാണ് ഈ ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സെബിക്ക് പുതിയൊരു ചെയർപേഴ്സണെ ഗവൺമെൻറ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് മണി കൺട്രോളിൻ്റെ റിപ്പോർട്ടിൽ വായിക്കാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉള്ള ചെയർപേഴ്സണെ മാറ്റാനായിരിക്കും തീരുമാനം. അതിനുശേഷം പുതിയ ആളെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള തീരുമാനമായിരിക്കും. തീർച്ചയായിട്ടും അതൊരു വഴിയെ വരാനുള്ള ഒരു കാര്യമാണ്. സോ വരുന്ന വഴിക്ക് നമുക്കത് മനസ്സിലാക്കാം. എന്തായാലും മണി കൺട്രോളിൽ ഇങ്ങനെ ന്യൂസ് വന്നു, അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രമാണ്. ദെൻ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ US മാർക്കറ്റ് ചോരപ്പുഴ ഒഴുക്കിയിരിക്കുകയാണ്. ഒരു പഴയ കാലത്തൊക്കെ കംപ്ലീറ്റ്ലി റെഡ് നല്ല രീതിയിൽ ഫോൾ വരുന്ന സമയത്ത് ബ്ലഡ് ബാത്ത് എന്നൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഉള്ള ന്യൂജൻ ട്രേഡേഴ്സ് ആരും തന്നെ അതങ്ങനെ ഉപയോഗിക്കുന്നതായിട്ട് കാണാറില്ല. ചോരപ്പുഴ എന്ന് നമ്മൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയുമ്പോൾ ചോരപ്പുഴ എന്ന് പറയാറുണ്ട്. ഓക്കെ, എന്തായാലും ഫുൾ റെഡിലാണ് US മാർക്കറ്റ് അവസാനിച്ചത്. യൂറോപ്യൻ മാർക്കറ്റ് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ്. ദെൻ നിക്കി ജപ്പാൻ്റെ അത് നെഗറ്റീവിലാണ്. ചൈനയുടെ 2 ഇതും ഗ്രീനിലാണ്. ഇതെന്തോണെന്നറിയോ? ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് പിൻവലിക്കപ്പെടുന്ന ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പണം മുഴുവനും പോകുന്നത് ചൈനയിലേക്കാണ്. അവരവിടെ സ്പെഷ്യൽ എന്തോ പാക്കേജൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ F&O സെഗ്മെൻറ്റിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു STT വർദ്ധിപ്പിച്ചു. ക്വാണ്ടിറ്റി ഒന്നും ഇവരെ ബാധിക്കില്ല ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ, പക്ഷെ അവർക്ക് നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന റീറ്റെയിലേഴ്സിൻ്റെ പൈസ അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മേഖലയായിരുന്നു ഈ F&O. അപ്പോൾ ഗവൺമെൻറ് അല്ലെങ്കിൽ സെബി കൃത്യമായിട്ടും അത് കണ്ടുപിടിച്ച് അതിൽ ഇടപെട്ട് ഇന്ത്യയിൽ നിന്നുള്ള റീറ്റെയിലേഴ്സിൻ്റെ പണം അങ്ങനെ അടിച്ചു കൊണ്ടുപോകരുത് എന്ന രീതിയിൽ ഒരു തീരുമാനം എടുത്തു. അത് കൃത്യമായിട്ട് നല്ല രീതിയിൽ വർക്കൗട്ടാവുകയും ചെയ്തു. അപ്പോൾ അതിൽ പിണങ്ങിയിട്ടാണ് എന്ന് പറയുന്നു, ഉറപ്പൊന്നുമില്ല. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ പണം നിക്ഷേപം പിൻവലിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ ചൈന അതിൻ്റെ പുറകിൽ കളിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചൈനീസ് മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് ഉറപ്പായിട്ടുണ്ടാവും. ദെൻ ഇതൊക്കെ തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ വരും. അതിൻ്റെ കാരണം എന്താണെന്ന്, ചൈന ഒരു സാച്ചുറേറ്റഡ് പോയിന്റിലാണ്. അതിന് ഇനിയും വളരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഒരുവിധം നല്ല രീതിയിൽ വളർന്നു കയറിയിട്ടുണ്ട്. പക്ഷെ ഇന്ത്യ ഈ വലിയ മാർക്കറ്റിൽ, അതായത് പീക്കിലെത്തിയ മാർക്കറ്റിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇന്ത്യ പോലെയുള്ള വളർന്നു വരുന്ന ഒരു മാർക്കറ്റിൽ എല്ലാവർക്കും ഒരുപാട് സാധ്യതകൾ കിട്ടും. അപ്പം നമ്മളായാലും ഈ സാധ്യതകൾ ഉപയോഗപ്പെടുത്തണം. കാരണം ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞിട്ട് മറ്റുള്ളവരോട് ഇത്രയും നല്ല ഒരു സമയത്ത് നിങ്ങൾ ഈ മാർക്കറ്റിലുണ്ടായിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ F&O കളിച്ച് എൻ്റെ കാശ് കളഞ്ഞു എന്ന് പറയരുത്. അവിടെ നിങ്ങൾക്ക് കൃത്യമായ നിക്ഷേപങ്ങൾ ഉണ്ടാവണം. നിങ്ങൾ 100 രൂപയുടെ സ്റ്റോക്ക് ഏതെങ്കിലും ആവട്ടെ, 100 രൂപയുടെ സ്റ്റോക്ക് ഒരു മാസത്തിൽ വാങ്ങിച്ചിടാൻ പറ്റുമെങ്കിൽ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് 1200 രൂപയുടെ അല്ലെങ്കിൽ 12 സ്റ്റോക്കുകൾ ഉണ്ടാവും. അത് വിൽക്കാതെ അവിടെ ഇട്ടാൽ മതി, മറ്റൊന്നും വേണ്ട. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ചെയ്തു എന്നൊരു തോന്നൽ ഉണ്ടാവണമെങ്കിൽ, ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ സ്റ്റോക്കുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാം ഇടിഞ്ഞു കിടക്കുകയാണ്, അതും അല്ലെങ്കിൽ നിഫ്റ്റി ബീസ്, ഗോൾഡ് ബീസ് ഏതെങ്കിലും വരണം. അതൊക്കെ നല്ല രീതിയിൽ താഴോട്ട് വന്നിട്ടുണ്ട്. 279 രൂപയാണ് നിഫ്റ്റി ബീസിൻ്റെ പ്രൈസ്. അതൊരു ആഴ്ചയിൽ ഒരെണ്ണം വെച്ച്, ആഴ്ചയിൽ 250 രൂപ ചിട്ടി വയ്ക്കുന്നത് പോലെ ഓരോ ആഴ്ചയിലും ഫ്രൈഡേ ഒരു 3 മണിയാകുമ്പോൾ മാർക്കറ്റിൽ കയറിയിട്ട് നിഫ്റ്റി ബീസിൻ്റെ ഒരെണ്ണം വാങ്ങിക്കുക. ആ രീതിയിൽ അങ്ങനെ വാങ്ങിച്ചു പോയാൽ മതി. നിങ്ങളൊരു 5 വർഷം വാങ്ങിക്കുമ്പോഴത്തേനും പച്ചയല്ലാതെ ചുവപ്പ് അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റി എന്താണ് അവസ്ഥ നോക്കാം. ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് 24,948
ഇന്ന് ഓപ്പൺ ആയത് 900-ലാണ്, 47 പോയിന്റ് നെഗറ്റീവിലാണ് ഇന്ന് ക്ലോസ്. ഗ്യാപ് ഡൗണിലാണ് ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത്. കറൻ്റ്ലി ട്രേഡിംഗ് നടക്കുന്നത് 24,853-ലാണ്. വീണ്ടും താഴോട്ട് 47 പോയിന്റ് വീണ്ടും താഴോട്ടാണ്. അതായത് ഇന്നലെ ഓപ്പൺ ആയ സ്ഥലത്ത് നിന്ന് 94 പോയിന്റ് താഴെയാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. നെഗറ്റീവ് തന്നെയാണ് ഇന്നും. പക്ഷേ എന്താ പറയുക, 24,750 ലെവലിൽ നിഫ്റ്റി ഒരു സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് മാത്രമാണ് ഒരു പ്രതീക്ഷ. അത് കട്ട് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ മാർക്കറ്റ് തിരിച്ച് താഴോട്ട് തന്നെ പോകും. എത്ര വരെ പോകും എന്നുള്ളത് ആ സമയത്ത് ന്യൂസിനെ ബേസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് കൃത്യമായ ടെക്നിക്കൽസിനെ ഒന്നും അത് റെസ്പെക്റ്റ് ചെയ്യില്ല. അതാണ് വേറൊരു പ്രശ്നം. അപ്പോൾ ഗ്ലോബൽ ഇവൻറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ ജപ്പാൻ കറണ്ട് അക്കൗണ്ട് ഡാറ്റ ഇന്നാണ് വരേണ്ടത്. ഓസ്ട്രേലിയ RBI മീറ്റിംഗ് മിനിറ്റ്സ്, ഓസ്ട്രേലിയ NAB ബിസിനസ് കോൺഫിഡൻസ്, ഫ്രാൻസ് ബാലൻസ് ഓഫ് ട്രേഡ്, കാനഡ ബാലൻസ് ഓഫ് ട്രേഡ്, USA ബാലൻസ് ഓഫ് ട്രേഡ്. ഇത്രയും ഗ്ലോബൽ ഡാറ്റകളാണ് ഇന്ന് റിലീസാവാനുള്ളത്. ദെൻ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ നവ്കാർ കോർപ്പറേഷൻ, എമറാൾഡ് ഫിനാൻസ്, ഹവ എഞ്ചിനീയേഴ്സ്, ഗൗതം ഗംസ്, ദെൻ ദർശൻ ഓർണ. ഇത്രയും കമ്പനികളുടെ റിസൾട്ടാണ് ഇന്ന് അനൗൺസ് ചെയ്യാനുള്ളത്. F&O ബാനിൽ വന്നിരിക്കുന്ന ബന്ധൻ ബാങ്ക്, ബിസോഫ്റ്റ്, PNB, GNFC, RBL ബാങ്ക്, ഗ്രാനൂൾസ്, ഹിന്ദ് കോപ്പർ, IDFC ഫസ്റ്റ് ബാങ്ക്, മണപ്പുറം ഫിനാൻസ്. ഇത്രയും സ്റ്റോക്കുകളാണ് ഇന്ന് F&O ബാനിൽ വന്നിരിക്കുന്നത്. ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 8,293 കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 13,245 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 4,951 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് മാർക്കറ്റിൽ നടന്നിരിക്കുന്നത്. ഈ മാസത്തിൽ ഇതുവരെയായിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇന്ന് ഡേറ്റ് 8-ാം തീയതിയാണ്, 8 ദിവസം ആകുമ്പോഴത്തേനും ഇവർ 39,012 കോടിയുടെ സെല്ലിംഗ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 39,673 കോടിയുടെ ബൈയിങ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ള അവസ്ഥ. എന്തായാലും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ചെയ്യുന്നുണ്ട്, അതിനെ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ കണ്ടെടുത്തുള്ള ഒരു പ്രതിഭാസം എന്താണെന്ന് പറഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ല് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇടിയുന്നുണ്ട്. അത് അവർ ഏതോ ഒരു മർമ്മത്തിൽ പിടിച്ചാണ് അവർ സെല്ല് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മാർക്കറ്റ് ഈ രീതിയിൽ ഇടിഞ്ഞു പോകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്നലത്തെ നിഫ്റ്റിയുടെ മൂവ്മെന്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ 25,084 ഓപ്പണായി 288 പോയിന്റ് നഷ്ടത്തിൽ 24,796 ഇന്നലെ ക്ലോസ് ചെയ്തു. 5 ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ 1,266 പോയിന്റിന്, അഥവാ 4.86% ലോസാണ് ഉണ്ടായിരിക്കുന്നത്. 5% ഒരു മാർക്കറ്റ്, ഇത്രയും വലിയൊരു ഇൻഡെക്സ് 5% ഇടിയുക എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഇത് ഇൻവെസ്റ്റേഴ്സിന് ഇപ്പം നഷ്ടം കാണുന്നുണ്ടാവും. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യാൻ കയ്യിൽ കാശുണ്ടെങ്കിൽ അവർക്ക് സാധ്യതകളാണ് ഇവിടെ തുറന്നു വയ്ക്കുന്നത്. സോ പരമാവധി ഉപയോഗപ്പെടുത്തുക. മാർക്കറ്റിൽ താഴോട്ട് ഇറങ്ങി പോയിട്ട് ഫസ്റ്റിലൊരു ഗ്രീൻ ക്യാൻഡിൽ വരും, വീണ്ടും 2 റെഡ് ക്യാൻഡിൽ വരും. അതിനുശേഷം ഗ്രീൻ വന്നു കഴിഞ്ഞാൽ അത് റിക്കവറി ആയിട്ട് തിരിച്ച് മുകളിലോട്ട് തന്നെ കയറി വരുന്നതായിരിക്കും. അപ്പോൾ ആ സമയത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. ഇൻവെസ്റ്റ് ചെയ്യാൻ ആലോചിച്ച് നിൽക്കരുത്. കാരണം പച്ച കത്തി തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ പറയുക, കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ചിലപ്പോൾ അത് റിക്കവറായി മുകളിലെത്തും. അപ്പം ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ആ രീതിയിൽ ആലോചിച്ച് ഇപ്പോൾ ബെസ്റ്റ് ടൈമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബെസ്റ്റ് എന്നല്ല പറയുന്നത്, ഇനി വന്നുകൊണ്ടിരിക്കുന്ന ബെസ്റ്റ് ടൈമാണ്. മാർക്കറ്റ് താഴോട്ട് 750 സപ്പോർട്ട് എടുത്തിട്ടില്ലെങ്കിൽ മാർക്കറ്റ് ഫർദർ ഫോൾ വരും. 24,500-ഒക്കെ, അതായത് 23,830 പിന്നെ ഒരു സപ്പോർട്ട് ഉണ്ടാവുക. ആ സമയത്തൊക്കെ കൊണ്ടുപോയിട്ട് നല്ല ക്വാളിറ്റി നിഫ്റ്റി 50-ലുള്ള സ്റ്റോക്കുകളിൽ തന്നെ അങ്ങ് ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത് ഒരു ക്വാണ്ടിറ്റി ആയാലും 10 ആണ്. നിങ്ങൾ കരുതുന്നുണ്ടോ എൻ്റെ 5,000 രൂപയുള്ള എന്ത് ചെയ്യേണ്ടേ എന്നുള്ളത്? 5,000 രൂപ കൊണ്ട് സ്റ്റോക്ക് വാങ്ങിക്കുക. നിഫ്റ്റി 50-ലുള്ള ഏതെങ്കിലും നല്ലപോലെ ഇടിഞ്ഞിരിക്കുന്ന സ്റ്റോക്ക് വാങ്ങിക്കുക. എന്നിട്ട് മുന്നോട്ട് പോവുക. അവിടെ ഇട്ടേക്കുക, നോക്കരുത് അതിനെ. 5 വർഷമോ 4 വർഷമോ കഴിയുമ്പോൾ നിങ്ങൾ അതിൻ്റെ 5-6 ഇരട്ടി കാണാൻ പറ്റും. കാരണം ഇന്ത്യൻ മാർക്കറ്റ് വളർന്നു വരുന്നതേ ഉള്ളൂ. ഈ മാസം നിഫ്റ്റിയിൽ 993 പോയിന്റിന്റെ നഷ്ടം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ നിഫ്റ്റിയിൽ നോർമൽ CPR ആയിരുന്നു, പക്ഷെ പ്രൈസ് ആക്ഷൻ ക്രോസ് ചെയ്തിട്ടില്ല അതിന്. കാരണം ഇടിഞ്ഞൂത്തി പോകുന്ന മാർക്കറ്റിൽ റിക്കവറി ഉണ്ടായിട്ടില്ല, അത് തന്നെയാണ് കാരണം. ഇന്ന് നോർമൽ CPR ആണ്. അതേപോലെ ഇന്ത്യ വിക്സ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 15.08-ലാണ്. വിക്സ് നന്നായിട്ട് കയറി വരുന്നുണ്ട്. 20-ന്റെ മുകളിൽ പോകുമ്പോൾ നമുക്ക് ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ 0.46 ആണ്. ക്ലിയർലി അത് ബെയറിഷ് ആണ്, നമ്മുടെ മീറ്റർ ഇവിടെ സൂചിപ്പിക്കുന്നത് പോലെ. ഹയസ്റ്റ് കോൾ റേറ്റിംഗിൽ 25,000-ൽ 53 ലക്ഷം, ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് 24,500-ൽ 39 ലക്ഷമാണ്. ഓക്കെ, ഇത്രയൊക്കെയാണ് അതിനെക്കുറിച്ചുള്ള ഡാറ്റ. ഇനി ബാങ്ക് നിഫ്റ്റി ഇന്നലെ 1,064 പോയിന്റ് ഇടിഞ്ഞു. ഫിൻ നിഫ്റ്റി 420 പോയിന്റ് ഇടിഞ്ഞു.
സെൻസെക്സ് 876 പോയിന്റ് ഇടിഞ്ഞു. അതേപോലെ മിഡ് ക്യാപ്പ് 209 പോയിന്റ്. മിഡ് ക്യാപ്പൊക്കെ ചെറിയ ഇൻഡെക്സ് ആണ്, എന്നിട്ട് പോലും അത് 209 പോയിന്റ് ഇടിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരല്പം മോശം അവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്നവർക്ക് ബെസ്റ്റ് ടൈമാണ്. ഞാൻ വീണ്ടും വീണ്ടും അത് പറയുന്നത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഇതുണ്ടല്ലേ 24,750 സപ്പോർട്ട്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരാനുള്ള സപ്പോർട്ട് 23,844 അതായത് 24,000 തൊട്ട് താഴേക്ക് വന്നിട്ട് തിരിച്ചു കയറണം. അപ്പോൾ ഇവിടെ നിന്ന് ഇത്രയും താഴേക്ക് വന്ന് തിരിച്ചു കയറുന്ന ഒരവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഒരു പക്ഷേ ഇവിടെ നിന്ന് തന്നെ മാർക്കറ്റ് തിരിച്ചു കയറും. ഇന്നലത്തെ 1 അവർ ചാർട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ ഒരു സൂചന നൽകുന്നുണ്ട് ഒരു റിക്കവറിയുടെ. പക്ഷേ ഉറപ്പായിട്ടും പറയാൻ പറ്റില്ല, കാരണം ഇതിന് മുൻപുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ റിക്കവറിയുടെ സൂചന കാണിച്ചിട്ട് വലിയ ക്യാൻഡിൽ വന്നിട്ട് ഇറങ്ങിയിട്ട് അതിനെ കട്ട് ചെയ്തിട്ടുണ്ട്. സോ അത് കെയർഫുൾ ആവണം. എന്നാൽ കൂടി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു 24,000 വരെ പോയിട്ടുണ്ടെങ്കിൽ പറ്റുന്നത്രയും നിങ്ങൾ കാശ് സംഘടിപ്പിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്തോളുക. നിഫ്റ്റി സ്റ്റോക്കുകൾ, നിഫ്റ്റി 50 സ്റ്റോക്കുകളും നിഫ്റ്റി ബാങ്കിലുള്ള സ്റ്റോക്കുകൾ, പിന്നെ മിഡ് ക്യാപ്പിലുള്ള സ്റ്റോക്കുകളൊക്കെ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാം. അതിൻ്റെയൊക്കെ നിഫ്റ്റി 50 പാർട്ടിസിപ്പൻറ്റ് സ്റ്റോക്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിലായാലും അത് കിട്ടും. അല്ലെങ്കിൽ NSEയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഉള്ളത് അതിൻ്റെ വെയിറ്റേജ് ഒക്കെ കിട്ടും. അപ്പോൾ അത് നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നലെ മിഡ് ക്യാപ്പിൻ്റെ എക്സ്പയറി ആയിരുന്നു. ഇന്നലെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഹൈയും ലോയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഇന്നലെ ഒരു വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ മാർക്കറ്റ് 12,627 എത്തുമെന്ന് പറഞ്ഞിരുന്നു. അവിടെ വരെ മാർക്കറ്റ് കറക്റ്റായി വന്നിട്ടുണ്ട്. പ്രീവിയസ് ഡേ ഹൈ ആണ് റെസിസ്റ്റൻസ് ആയിട്ട് വന്നത്. പ്രീവിയസ് ഡേ ഹൈയിൽ പോയി അവിടെ നിന്ന് റിജക്ഷൻ വന്നു, നേരെ ഇറങ്ങി പ്രീവിയസ് ഡേ ഹൈ അല്ല, ഇന്നലെ നോട്രേറ്റ് സോണിൻ്റെ ടോപ്പ് CPRലാണ് റിജക്ഷൻ വന്നത്. ടോപ്പ് CPRന്ന് റിജക്ഷൻ വന്ന് നോട്രേറ്റ് സോണും കട്ട് ചെയ്തിട്ട് താഴോട്ട് ഇറങ്ങിയത്. നമ്മൾ ഏറ്റവും ലോ വരുമെന്ന് കരുതിയ 12,627 വരെയും അത് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ദെൻ ഇന്ന് ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നും അതിനെക്കുറിച്ച് പറയാൻ ഇപ്പം പറ്റില്ല, കാരണം ന്യൂസ് ഡ്രിവൺ മാർക്കറ്റാണ്, എന്ത് സംഭവിക്കും എന്നുള്ളത്. എന്നാലും ഇവിടെ നോട്രേറ്റ് സോണായിട്ട് ഞാൻ ഈ CPRൻ്റെ ഈ ഒരു സോണാണ് കരുതുന്നത്. ഇതിൻ്റെ ഇടയിൽ ട്രേഡ് ഫ്രഷ് എൻട്രി എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രമാണ് ഇവിടെ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. കാരണം 23,446 മുതൽ 291 വരെയുള്ള ഈ സോണിൽ ഏകദേശം ഒരു 150 പോയിന്റിൻ്റെ ഈ ഒരു സോൺ മിക്കവാറും സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നടക്കുന്ന ഒരു സോണായിരിക്കും. അപ്പോൾ ഈ ഒരു സോൺ ഒഴിവാക്കി നിർത്തിയിട്ട് ഇവിടുന്ന് എങ്ങോട്ടാണോ പോകുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ട്രേഡ് പ്ലാൻ ചെയ്യും. ഇവിടുന്ന് മുകളിലോട്ട് പോകുമ്പോൾ കോൾ സൈഡും താഴോട്ട് പോകുമ്പോൾ പുട്ട് സൈഡും പ്ലാൻ ചെയ്യാം. ഒരു നല്ല സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുള്ള പ്രീവിയസ് ഡേ ലോയിലാണ്. അതായത് 23,120 മുതൽ 23,097 വരെയുള്ള ഒരു എത്ര പോയിന്റ് ആവും, 23 പോയിന്റിൻ്റെ ഒരു സോൺ ഇവിടെ ഉണ്ട്. ഇവിടെ നല്ല സപ്പോർട്ട് കിട്ടാൻ സാധ്യത, അല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ട് മുകളിലോട്ട് പോകും. ഒരു വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ മാർക്കറ്റ് 23,044 വരെ ഇറങ്ങി വന്നേക്കാം. മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ യെസ്റ്റർഡേ ഹൈയിലാണ് ഒരു റെസിസ്റ്റൻസ് വരാനുള്ളത്. 23,767, 744 എന്ന 23 പോയിന്റിൻ്റെ ഒരു സോൺ ഇവിടെയുണ്ട്. ഈ ഒരു സോണിൽ മാർക്കറ്റിന് നല്ലൊരു റെസിസ്റ്റൻസ്, റിജക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത്രയും 3 കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ ട്രേഡ് പ്ലാൻ ചെയ്യുക. പ്രോഫിറ്റ് ഓർ ലോസ് അത് ട്രേഡിങ്ങിൻ്റെ ഭാഗമാണ്. പക്ഷേ പ്രോഫിറ്റ് ആണെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യാനും ലോസ് ആണെങ്കിൽ അത് ലിമിറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഒരു കഴിവുണ്ടായിരിക്കണം. അത് കഴിവില്ലാത്തവർ ഇൻട്രാഡേ ട്രേഡിങ് നിൽക്കരുത്. മാനസികമായിട്ട് നഷ്ടം കാണുമ്പം ഹാർട്ട് അറ്റാക്ക് വരരുത്. അതുപോലെ ലാഭം കാണുമ്പം തലയടിച്ച് പൊളിക്കരുത്. ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ഇന്ന് ലോസ് ആണെങ്കിൽ നാളെ പ്രോഫിറ്റ് ആയിരിക്കും, നാളെ പ്രോഫിറ്റ് ആണെങ്കിൽ പിറ്റേന്ന് ലോസ് ആയിരിക്കും. പക്ഷേ പ്രോഫിറ്റ് വരുമ്പോൾ എക്സ്റ്റെൻഡഡ് ആയിരിക്കണം, ലോസ് വരുമ്പോൾ ലിമിറ്റഡ്. അതിനെ കൺട്രോൾ ചെയ്ത് ചെറിയ ലോസിൽ അതിനെ എക്സിറ്റ് ആവണം. അപ്പോൾ പൊസിഷൻ പിന്നെ നോക്കിയിരിക്കരുത് അവിടെ. ഓക്കെ, ഈ രീതിയിൽ ട്രേഡ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.